ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് തീറ്റ കൊടുക്കുക, അതുപോലെ ഒരു കോഴി ഇപ്പം മുട്ടയിടാറായി, നമ്മൾ എന്ത് തീറ്റ കൊടുക്കണ്ടേ? പല ആൾക്കും ഇപ്പോഴും ഡൗട്ടുണ്ട്, എല്ലാവർക്കും ഇല്ല കേട്ടോ, കുറച്ചാൾക്ക്. അപ്പോൾ നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളിൻ്റെ അകത്ത് അവർ പറയുന്നത് കോഴികളെ വാങ്ങിയിട്ട് ഇപ്പോഴും മുട്ടയിടുന്നില്ല. ഏകദേശം ഒരു 4-5 മാസമായിട്ടും കോഴി മുട്ടയിടുന്നില്ല. BV318 കേട്ടോ. അപ്പോൾ ഇപ്പോഴും മുട്ടയിടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് തീറ്റ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴും ഗ്രോവർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ ഗ്രോവർ മുട്ടക്കോഴികൾക്ക് മുട്ടയിട്ട് തുടങ്ങുന്ന സമയം ഗ്രോവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും അവസ്ഥ? കാരണം ഗ്രോവറിനകത്ത് കാൽസ്യം കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഈ കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം വേണ്ടിയെങ്കിൽ അതിന് കണക്കായിട്ടുള്ള കാൽസ്യം കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കോഴികൾക്ക് എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയം എന്തൊക്കെ തീറ്റ കൊടുക്കണം, അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയെങ്കിൽ ഫുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതിന് മുട്ടക്കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ലെവലിൽ നമ്മൾ NH ഹൈവേ ഡെലിവറി ആയിരിക്കും. മിനിമം ഒരു 10 പീസ് എടുക്കണം. ഓക്കെ, ഡെലിവറി ചാർജായിട്ട് ഒരു ബോക്സിന് 350 to 400, ചില വണ്ടിക്കാർ 400 എടുക്കുന്നുണ്ട്. ഈ ഒരു ചാർജ് ഉണ്ട് ഒരു ബോക്സിൽ. ആ ഒരു ബോക്സിനാണ് കേട്ടോ ആ റേറ്റ്. ഇപ്പോൾ നിങ്ങൾ 2 ബോക്സിന് കോഴി എടുക്കുന്നുണ്ട്, ആ 2 ബോക്സിന് ഒരു 700 രൂപയൊക്കെ ഡെലിവറി ചാർജ് വരും. ഓക്കെ, എന്നാൽ കോഴിയെ വേണ്ടിക്ക് നിങ്ങൾ എന്നെ വേഗം വിളിച്ചോ, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പല ആൾക്കാർക്കും ഇപ്പോഴും ഈ ഡൗട്ടുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ കാര്യം. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചിക്കൻ ബിരിയാണി ഒന്നും വാങ്ങിക്കൊടുക്കില്ലല്ലോ. നമ്മൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അതായത് ലഘുവായിട്ടുള്ള മൃദുവായിട്ടുള്ള ഭക്ഷണമല്ലേ സ്റ്റാർട്ടിങ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഒരു 1.5 മാസം, ഒരു 40-42 ദിവസം പോട്ടെ, ഒരു 1.5 മാസം നമ്മൾ സ്റ്റാർട്ടറെ കൊടുക്കണ്ടേ. ഈ സ്റ്റാർട്ടർ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ചെറിയ തരി പോലെ ആയിട്ടുള്ള ഫീഡാണ്. അപ്പോൾ അതവർക്ക് വേഗം കൊത്തി തിന്നാനും പറ്റും, അവർ കൊക്കിൽ ഒതുങ്ങുകയും ചെയ്യും, അവർക്ക് വേഗം തിന്നാനും പറ്റും. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരെ കുറച്ച് നമ്മൾ ഗ്രോവറാണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഗ്രോവർ അവർക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ കുറച്ച് അതിൻ്റെ കട്ടി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സൈസും കുറച്ച് കൂടുതലായിരിക്കും. അത് കാണുന്നവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടർ ഫീഡാണ് കോഴികൾ ആദ്യത്തെ ഒരു 1.5 മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ ഫീഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണ്? ഈ സ്റ്റാർട്ടർ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇതുണ്ടല്ലോ, ഏത് ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് അത് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ അസ്ഥികൾ പെട്ടെന്ന് രൂപപ്പെടാനും ഈ നമ്മളെ കോഴികളുടെ ചിറകുകൾ വേഗം വളരാൻ, പിന്നെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അതിന് പ്രോട്ടീൻ കണ്ടൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ സ്റ്റേജ് ആദ്യത്തെ ഒരു 45 ദിവസം ഒരു 1.5 മാസം നമ്മൾ സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കുക. ഓക്കെ, അതിൽ ആ കോഴികൾക്ക് വേണ്ട ഒരു സമീകൃത ആഹാരം വേണ്ടിക്ക് നമുക്ക് പറയാം. പിന്നെയുള്ളത് നമ്മളെ രണ്ടാമത്തെ ഘട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. അതായത് 1.5 മാസം കഴിഞ്ഞിട്ട് കോഴി മുട്ടയിട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ ഗ്രോവർ കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ BV318 കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പം BV318 നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 4.5 മാസം തൊട്ട് മുട്ടയിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4.5 മാസം തൊട്ട് മുട്ടയിട്ട് തുടങ്ങുന്ന കോഴിക്ക് നമ്മൾ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം വരെ നമ്മളെപ്പോഴും ഗ്രോവറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1.5 മാസം to 4 മാസം വരെ ഗ്രോവർ കൊടുക്കുക. ഓക്കെ, എന്നാലും മാത്രമേ നമുക്ക് ഇത് മുട്ട ഉൽപ്പാദനം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളുടെ കറക്റ്റായിട്ട് മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല. ഒന്നാമത് നമുക്ക് അറിയാം, ഈ സ്റ്റാർട്ടർ ഫീഡിനൊക്കെ റേറ്റ് കൂടുതലാണ്. ചില ആൾക്കാർ ഈ സ്റ്റാർട്ടർ 2 മാസമായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്റ്റാർട്ടറിന് റേറ്റ് കൂടുതൽ. ആ സ്റ്റാർട്ടർ വെറുതെ 2 മാസം കൊടുത്തിട്ട് ഒന്ന് പൈസയും വേസ്റ്റാണ്. കോഴികൾക്ക് അതിന് വേണ്ടുന്ന ഗുണം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ വെറുതെ നമ്മൾ പൈസ വേസ്റ്റാക്കുന്നു. നമ്മളിപ്പോൾ ആ ഒരു 1.5 മാസം കൊടുത്തിട്ട് അടുത്ത സമയം നമ്മൾ ഗ്രോവറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഗ്രോവറിൻ്റെ റേറ്റ് സ്റ്റാർട്ടറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് നമുക്ക് പൈസയും സേവ് ചെയ്യാം, കോഴികൾക്ക് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ ഈ BV318 കാര്യം പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ചില കോഴികൾ നമ്മൾ ഈ ഗ്രാമശ്രീ അതുപോലെ തന്നെ കൈരളിക്കാണെങ്കിൽ അവരൊക്കെ ഒരു 6 മാസം തൊട്ടേ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? കറക്റ്റ് 1.5 മാസം വരെ സ്റ്റാർട്ടർ കൊടുത്ത് 1.5 മാസം to ഒരു 5.5 മാസം വരെ ഗ്രോവർ കൊടുക്കുക. ആ മുട്ടയിട്ട് തുടങ്ങുന്ന ഒരു 2 ആഴ്ച മുമ്പ് വരെയാണ് നമ്മൾ ഗ്രോവർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റാർട്ടറും ഗ്രോവറും കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മളെ ലെയർ മാഷ് മുട്ടത്തീറ്റ കൊടുക്കേണ്ട സമയം നോക്കാം. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ BV318 നമുക്ക് നോക്കാം. കറക്റ്റ് നമ്മൾ ആദ്യത്തെ 1.5 മാസം സ്റ്റാർട്ടർ കൊടുത്ത്, പിന്നെ 1.5 മാസം to 4 മാസം വരെ നമ്മൾ ഗ്രോവർ കൊടുത്ത്, ഇനി കാരണം 4 മാസം ആയല്ലോ, കാരണം കോഴി അടുത്ത 4.5 മാസം തൊട്ട് മുട്ടയിട്ട് തുടങ്ങേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് 4 മാസം മുതൽ, അതായത് മുട്ടയിടുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുതൽ, അത് കറക്റ്റ് 4 മാസം മുതൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലെയർ മാഷ് കൊടുത്തു തുടങ്ങാം.
അതായത് ഈ ലെയർ മാഷ് കൊടുത്താൽ പിന്നെ ഗുണം എന്താ, കാരണം ഈ 2 ആഴ്ച സമയം കൊണ്ട് ഈ കാൽസ്യം കണ്ടൻറ്റ് ഈ ലെയർ മാഷിൽ കൂടുതലായിരിക്കും. ഓക്കെ, പ്രോട്ടീനും ഉണ്ടാകും, കാൽസ്യം എനർജി എല്ലാം അതിലുണ്ടാകും. പക്ഷേ എന്നാൽ കാൽസ്യം കണ്ടൻറ്റ് ഈ സ്റ്റാർട്ടറിനെയും ഗ്രോവറിനെയും അപേക്ഷിച്ചിട്ട് ഈ ലെയർ മാഷിൽ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ മുട്ടേൻ്റെ ഷെല്ല് കാര്യങ്ങൾ ഒക്കെ രൂപപ്പെടണമെങ്കിൽ ഈ കാൽസ്യം കണ്ടൻറ്റ് കൂടുതൽ വേണം. അപ്പോൾ ഈ മുട്ട ഉൽപ്പാദനത്തിന്, നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനത്തിന് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതൽ വേണം തീറ്റയിൽ. അപ്പോൾ നമ്മൾ ഈ ലെയർ മാഷ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഈ മുട്ടയുടെ ഉൽപ്പാദനം എന്ന് പറയണ്ടേ, അവർക്ക് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ആദ്യത്തെ 1.5 മാസം സ്റ്റാർട്ടർ, 1.5 to 4 മാസം വരെ ഗ്രോവർ, 4 മാസം മുതൽ പിന്നെ മുട്ടയിട്ട് കഴിയുന്നവരെ, അതായത് ആ ലൈഫ് ലോങ്ങിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഈ മുട്ടത്തീറ്റ ലെയർ മാഷ് ആണ്. കാരണം പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് വേണ്ടത് മുട്ട ഉൽപ്പാദനം, കണ്ടിന്യൂസ് മുട്ട ഉൽപ്പാദനമല്ല വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ലെയർ മാഷ് കൊടുത്ത് മുട്ട ഉൽപ്പാദനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എപ്പോഴും ആ കൊടുക്കുന്ന അളവിൽ തീറ്റ നമ്മളൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുത്. ഇപ്പോൾ ചിലപ്പം തീറ്റ കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയുക 1-2 ദിവസം ചിലപ്പോൾ ഉള്ള തീറ്റ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുട്ട ഉൽപ്പാദനം കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ കോഴികൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ തീറ്റ എപ്പോഴും കൊടുക്കുക, അതിലൊരു കോംപ്രമൈസും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ വേരിയേഷൻ വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ കോഴികൾക്ക് മുട്ടയിട്ട് കൊടുക്കുമ്പോൾ ഈ ലെയർ മാഷ് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ട ഉൽപ്പാദനം എങ്ങനെയാലും കുറയുക. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ മുട്ടേൻ്റെ തോടില്ലേ, അത് നേരത്തതാവാം, ചിലപ്പോൾ നല്ല എന്താ പറയുക സ്പോഞ്ച് പോലെ സോഫ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. പിന്നെ മുട്ട പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കോഴികളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കോഴികൾക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, കാല് തളർച്ച, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ഈ BV3 കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടത്തീറ്റയുടെ കൂടെ എക്സ്ട്രാ കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ BV3 മാത്രമല്ല ബാക്കി കോഴികൾക്ക് നല്ല തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കാൽസ്യം കുറവ്, എന്തെങ്കിലും തീറ്റയിൽ എന്തെങ്കിലും കാൽസ്യം കുറവുണ്ടെങ്കിൽ അത് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലിമെൻറ്റ്സിലൂടെ അവർക്ക് ബാലൻസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പല ആൾക്കാരും ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലായല്ലോ. ഈ സ്റ്റാർട്ടർ വലിയ പൈസയ്ക്ക് സ്റ്റാർട്ടർ വാങ്ങിയിട്ട് ആ ഒരു മുഴുവൻ ടൈമിലും സ്റ്റാർട്ടർ കൊടുക്കുക എന്ന് പറയണ്ടേ, ചിലപ്പോൾ 2-2.5 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക, ചിലപ്പം അടുത്ത 3 മാസം to 6 മാസം വരെയൊക്കെ ഗ്രോവർ കൊടുക്കുക, പിന്നെ മുട്ടത്തീറ്റ കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാര്യമല്ല പറഞ്ഞേ, എനിക്ക് ഇങ്ങനെ ഈ കോൾ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പല ആൾക്കാരും, കുറച്ച് ആൾക്കാരും ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിയെ വളർത്തുമ്പോൾ എപ്പോഴും കൃത്യമായിട്ടൊരു ഐഡിയയോടെ മുമ്പോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും നോക്കേണ്ടത്, ഈ ഒരു ഫോർമുല നിങ്ങൾ മനസ്സിലാച്ചാൽ മതി. സ്റ്റാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, ഗ്രോവർ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, ലെയർ മാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനത്തിൽ. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു അളവിൽ, ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, ഏതൊക്കെ കാലത്ത് ഏതൊക്കെ സമയം എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്, അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ട് തീറ്റ കൊടുത്ത് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമാവില്ല, നല്ല രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കോഴി വളർത്തലും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കൃഷി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യുവവർഷൻ്റെ പേരിൽ, അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.